ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ മാനേജറിയൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ്, എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചർ, സ്കോപ്പ്, അതേപോലെ ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാതെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ടോപ്പിക്കെല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ്, പിന്നെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് പറയുമ്പോൾ 4 ഡെഫിനിഷൻസാണ് മെയിനായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷന് കൊണ്ടുവന്നത് ആഡം സ്മിത്താണ്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് വെൽത്ത് ഡെഫിനിഷന്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്ന ബുക്കിലാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആഡം സ്മിത്ത് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആഡം സ്മിത്ത് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്നുള്ളതാണ്. എങ്ങനെയാണ് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ധനം ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എന്നുള്ളതാണ് വെൽത്ത് ഡെഫിനിഷനിൽ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. ആഡം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കുക. രണ്ടാമത്തെ ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷന്. വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ബുക്കിലാണ് ഈ വെൽഫെയർ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ പ്രകാരം എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ, മാൻകൈൻഡിൻ്റെ ഒരു ഓർഡിനറി സാധാരണ ജീവിതത്തിൻ്റെ ഒരു പഠനമാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. വ്യക്തിപരവും അതേപോലെ ഈ സാമൂഹ്യപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കലും അതുപോലെ മെറ്റീരിയലായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ് ഈ വെൽഫെയർ ഡെഫിനിഷൻ എന്നുള്ളതാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ലെണൽ റോബിൻസനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന ബുക്കിലാണ് എക്കണോമിക്സിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോബിൻസൺ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള എൻഡ് ആൻഡ് സ്കേഴ്സ് റിസോഴ്സസിൻ്റെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ലെണൽ റോബിൻസൺ സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ ഡെഫിനിഷനാണ് ഗ്രോത്ത് ഡെഫിനിഷന് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൊഫസർ സാമുവൽസനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന ബുക്കിലാണ് ഗ്രോത്ത് ഡെഫിനിഷനെ പറ്റിയിട്ട് സാമുവൽസൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാമുവൽസൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് വിച്ച് കുഡ് have alternative uses to produce various commodities over time and distribute them for consumption now and in the future among various people and group of society. അപ്പോൾ ഇതാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷന് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷന് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്? അക്കോർഡിംഗ് ടു സ്പെൻസർ ആൻഡ് സീഗൽമാൻ, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ ഫോർവേഡ് ലുക്കിങ്ങിനും വേണ്ടിയിട്ട് ബിസിനസ് പ്രാക്ടീസുമായി അല്ലെങ്കിൽ ബിസിനസ്സുമായി എക്കണോമിക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ പോയിൻ്റ് പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളത് മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയാൻ കാരണം ഇതൊരു പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റിനെ പറ്റിയിട്ടുള്ളൊരു പഠനമാണ്. ഇത് രണ്ടാമത്തത് നോർമാറ്റീവ് സയൻസ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്? ഒരു നോർമാറ്റീവ് സയൻസ് ആണ്. അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ബാഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലേ? ഒരുപാട് ആൾട്ടർനേറ്റീവിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളത് നോർമാറ്റീവ് സയൻസ് ആണ്. ദെൻ പ്രാഗ്മാറ്റിക് ആണ്. പ്രാഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് ഈ മാനേജറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ പേഴ്സ്പെക്റ്റീവ് ആണ്. ബിസിനസ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഒരുപാട് മാക്രോ എക്കണോമിക് വേരിയബിളും ബിസിനസ്സിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ യൂസ് ഓഫ് തിയറി ഓഫ് ഫേംസ്. ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേമിൻ്റെ തിയറീസ് എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും ഒക്കെ ഉപയോഗിക്കുന്നു. ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. മാനേജ്മെൻറ്റിന് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനും ഭാവിയിലേക്കുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഈ മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി ആണ്. അക്കൗണ്ടിങ്, ഫിനാൻസിങ്, അതേപോലെ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആർട്ട് ആൻഡ് സയൻസ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് എവിടെയെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ്, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് ചെയ്യുന്നതിലും അതേപോലെ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിലും മാനേജറിയൽ എക്കണോമിക്സ് ഉപയോഗിക്കും. ദെൻ നെക്സ്റ്റ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. എത്രയാണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റവന്യൂ കൂടുതലായിട്ട് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യാനും പ്രൊഡക്ഷൻ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യും. ദെൻ പ്രൈസിങ് പോളിസീസ് എന്ന് വെച്ചാൽ എത്രയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്, അത് മാർക്കറ്റിൽ ആ പ്രൈസ് അപ്ലിക്കബിളാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനൊക്കെ മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റഡി ഓഫ് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രോഫിറ്റ് മാനേജ് ചെയ്യാൻ. ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ബിസിനസ് സൈക്കിൾ, സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇവ എല്ലാ ഏരിയയിലും മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? ഒരുപാട് ആൾട്ടർനേറ്റീവിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള ആൾട്ടർനേറ്റീവ്സിന് എന്ത് ചെയ്യും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം. ഇൻക്രിമെൻ്റലിസം എന്ന് പറയുമ്പോൾ ചുരുക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന കൺസെപ്റ്റും അതേപോലെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന കൺസെപ്റ്റുണ്ട്.
ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റിൽ ചേഞ്ച് വരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അതേപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ ലെവൽ അല്ലെങ്കിൽ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂവിൽ എത്രത്തോളം ഇൻക്രിമെൻറ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് പ്രകാരം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നുള്ളത് ഒരിക്കലും ഇൻക്രിമെൻ്റൽ റവന്യൂവിനേക്കാൾ കൂടാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. എത്രയാണോ റവന്യൂ കൂടിയത് അതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് സാരം. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. മാനേജറൽ എക്കണോമിക്സിൽ ഈ ടൈമിനെ വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, സെക്കുലർ പീരീഡ് അല്ലെങ്കിൽ വെരി ലോങ് പീരീഡ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ കൊല്ലം കഴിയും തോറും മണിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നത്തെ മണിയുടെ വാല്യൂ അല്ല ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മണിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ 5 ലക്ഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് അതിൻ്റെ യൂസസ് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ 5 ലക്ഷം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള യൂസസും അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളും വ്യത്യാസമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ഫാക്ടർ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മണിയുടെ വാല്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് സംഭവിക്കുന്നുണ്ട്, മണിയുടെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറൽ എക്കണോമിക്സിൽ 5 പോയിൻ്റ്. അത് നിങ്ങൾ പോയിൻ്റ് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷന് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നിങ്ങൾക്കറിയാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം 2 or more alternatives to achieve a specific objective or to solve specific problem. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനോ വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ അതിലധികമോ ഉള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും ഉണ്ടാവില്ല. അതുതന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. പക്ഷേ ഡിസിഷൻ എടുക്കുക എപ്പോഴാണ്, 2-3 ഓപ്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, അതിൽ നിന്ന് ഡിസിഷൻ തീരുമാനം എടുക്കേണ്ട ആവശ്യം വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 2 അതിലധികമോ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് പലപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ പറ്റിയിട്ട് അനലൈസ് ചെയ്യുക, അതിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുക. ദെൻ ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യാം. നമുക്ക് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം. ദെൻ ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ടാകും അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക, എന്തെല്ലാം വഴിയിലൂടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ദെൻ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് വഴികളുണ്ടെങ്കിൽ അതിൽ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും അല്ലെങ്കിൽ ഓരോ വഴിയെയും നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. ദെൻ ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ്. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ ഇംപ്ലിമെൻറ്റ് ദ ചൂസൺ ആൾട്ടർനേറ്റീവ്. ആ തിരഞ്ഞെടുത്ത ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ ഫോളോ അപ്പ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് 7 സ്റ്റെപ്പാണ് പഠിക്കുക.
പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മറ്റൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ഫോർവേഡ് പ്ലാനിങ്. അതേപോലെ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ +2 ലെവലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും ഇവിടെ അധികം അതിന് സ്ട്രെസ്സ് കൊടുക്കാത്തത്. നിങ്ങൾക്ക് അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എഴുതാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. അതേപോലെ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലേ? മൈക്രോ എന്ന് പറയുമ്പോൾ നാനോ ആണ്, ഒരു ഫേമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ലെവലിൽ പഠിക്കുന്നതാണ്, ഒരു നാഷണൽ ലെവലിലൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.